നിങ്ങൾ TP-Linkന്റെ ഒക്കെ ഡെക്കോ ഡിവൈസ് ഇൻസ്റ്റലേഷൻ ചെയ്യാറില്ലേ? ഈ ഡെക്കോ ഡിവൈസ് ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് രണ്ട് മെത്തേഡാണ് കമ്പനി ഏറ്റവും അടിപൊളി മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്ന മെത്തേഡ്. അതായത് ആ രീതിയിലേ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യാവുള്ളൂ. മൂന്നാമതൊരു മെത്തേഡും കൂടെ ഉണ്ട്. ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓഫ്ലൈൻ ഇഷ്യൂസ് വരും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് ലാഗാവും. ചില സമയത്തൊക്കെ ഒന്ന് റീബൂട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ മെത്തേഡിലാണ് നിങ്ങൾ കണക്ട് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സിസ്റ്റം മാറ്റി ഞാൻ ഈ പറയാൻ വേണ്ടി പോണ മെത്തേഡിലേക്ക് റീകോൺഫിഗർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണല്ലോ നമ്മുടെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി വയ്ക്കാം. ഇപ്പോൾ M4 ഡെക്കോ ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കണമെന്നുണ്ടെങ്കിൽ അതൊരു 3 പാക്ക് ഡെക്കോ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിലെ ഒന്നാമത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. എല്ലാം ഒരേപോലെ തന്നെ, കാഴ്ചയിലൊക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഒരേപോലെയാണ്. നമ്മൾ അതിലെ ഒന്നാമത്തെ ഡെക്കോ ഡിവൈസ് എടുത്തിട്ട് നമ്മുടെ മോഡത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തു അല്ലേ. ഫസ്റ്റ് അതാണ് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈസ് ഒരു മെയിൻ ഡിവൈസായി മാറും. അതാണ് മാസ്റ്റർ ഡിവൈസ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേര് മാസ്റ്റർ ഡിവൈസ് എന്നാണ്. അതൊരു റൗട്ടർ മോഡിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡിവൈസിൽ നിന്ന് നമ്മൾ അടുത്ത ഡിവൈസിനെ കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിവൈസിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ മെയിൻ ഡിവൈസ് മാസ്റ്റർ ഡിവൈസായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും, ആ എൻ്റയർ നെറ്റ്വർക്ക് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു മെയിൻ മാസ്റ്റർ ഡിവൈസ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഒരു മെത്തേഡ്, കമ്പനീസ് പറയുന്ന ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഡെക്കോ ഡിവൈസിൽ നിന്നൊരു കേബിൾ നേരെ സെക്കൻഡ് ഡെക്കോ ഡിവൈസിലേക്ക് പോവുക. അവിടെ നിന്നൊരു കേബിൾ നേരെ തേർഡ് ഡെക്കോ ഡിവൈസിലേക്ക് പോവുക. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡെയ്സി ചെയിൻ മെത്തേഡ് കോൺഫിഗറേഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡെക്കോ ഡിവൈസിനകത്ത് ഇങ്ങനെ കേബിൾ വലിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, അത് വയർലെസ് ആയിട്ടാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പേരുണ്ട്, ആ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഒരു പേരുണ്ട്. അതാണ് വയർലെസ് ബാക്ക് കോൾ എന്നുള്ള ഫീച്ചർ. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡെക്കോ ഡിവൈസിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇഥർനെറ്റ് ബാക്ക് കോൾ എന്നുള്ളൊരു ഫീച്ചറിലായിരിക്കും ആ സിസ്റ്റം അന്നേരം വർക്ക് ആവുന്നത്. അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ്. തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നു. ഈ നെറ്റ്വർക്ക് കേബിൾ ഉപയോഗിച്ച് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിഡിലൻ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ടിവിറ്റി ആയിരിക്കും. ഒരു കുഴപ്പവും നമുക്കുണ്ടാവില്ല. പക്ഷേ ഇത് എല്ലായിടത്തും സ്യൂട്ടബിൾ ആയിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് കൊണ്ടുവയ്ക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോഡത്തിൽ നിന്നുള്ള കേബിൾ നമ്മുടെ മെയിൻ ഡിവൈസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ആ മെയിൻ ഡിവൈസിൽ നിന്നൊരു കേബിൾ എടുത്തിട്ട് നമ്മൾ നേരെ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് കൊടുക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് അതർ ഡെക്കോ ഡിവൈസുകൾ, സ്ലൈവ് ആയിട്ടുള്ള ഡെക്കോ ഡിവൈസുകളെ കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ ആ ഒരു മെത്തേഡും ഫോളോ ചെയ്യാം. പക്ഷേ മൂന്നാമതായിട്ട് ചില ആളുകൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ട്. അതായത് മോഡത്തിൽ നിന്നുള്ള കേബിൾ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. ഈ നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് ആയിരിക്കും ഈ 3 ഡെക്കോ ഡിവൈസുകളോടുകൂടി ഒരുമിച്ച് കുത്തി വെച്ചേക്കണത്. അപ്പോൾ ആണ് നെറ്റ്വർക്കിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അതായത് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഏത് ഡിവൈസാണ് മാസ്റ്റർ എന്നുള്ള കാര്യം ഈ ഡെക്കോ ഡിവൈസുകൾക്ക് പരസ്പരം അറിയണമല്ലോ ഇതിൻ്റെ ഏതാണ് മാസ്റ്റർ ഡിവൈസ് എന്ന്. അത് ആ ഒരു രീതിയിൽ മനസ്സിലാവില്ല, ആ ഡിവൈസുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ റൗട്ടർ മോഡ് സെറ്റപ്പ്, അതായത് മെയിൻ റൗട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ട്. നമുക്ക് എപ്പോഴും നെറ്റ്വർക്കിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ടാവും. അതായത് മോഡം വരുന്നു, മോഡത്തിൽ നിന്ന് റൗട്ടർ വരുന്നു, റൗട്ടറിൽ നിന്ന് സ്വിച്ച് പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഹൈറാർക്കി അവിടെ ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു നെറ്റ്വർക്ക് ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആ നെറ്റ്വർക്ക് ലൂപ്പ് നമ്മുടെ സിസ്റ്റത്തെ ഫെയിലിയർ ആക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 മെത്തേഡുകൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഒരു നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് വെറുതെ മോഡം കൊണ്ട് കുത്തിയിട്ട് അതിലേക്ക് 3 ഡെക്കോ യൂണിറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു പരിപാടി നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വേറെ 1-2 ചാനൽ മെമ്പർ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.